السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل أفضل صلواتك بعدد معلوماتك وصل وسلم وبارك عليه. وبعد، اللهم أنت النور فنور بصائرنا بنور معرفتك، وأنت الحق فثبت أقدامنا على صراط هدايتك، وأنت الغني فاغننا بفضلك عمن سواك. عونك اللهم فيما نحاول، وعفوك عن الزلل المداخل، ومددك الممدود لكل متعرض متوسل سائل. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما ينفعنا، وألحقنا بعبادك الصالحين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم افتح علينا بالحق وأنت خير الفاتحين. وبعد، قال ربنا جل في علاه: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين. فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. صدق الله العظيم. الله جل جلاله ഉമ്മത്തിനോട് പറയാൻ, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ, ഓരോ ഫിർഖത്തിന്, അതായത് ഓരോ സമൂഹത്തിന്, ഓരോ ഭാഗത്തുനിന്ന്, ഫിർഖ കുറച്ചാൾക്കാർ, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ, കുറച്ചാൾക്കാർ, എല്ലാ സമൂഹത്തിനും ഓരോരുത്തർ കുറച്ചാൾക്കാരെ വിടാം. എന്തിനു വേണ്ടിയിട്ട്? ലിയതഫഖഹു ഫിദ്ദീൻ, ഈ ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട്. വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ, അവർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഈ ഒരു ആയത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, ഒരു താബിഉണ്ട്, ഒരു മത്ബൂഉണ്ട്. കാരണം വലിയുൻദിറു ഖൗമഹും ഇദാ റജഉ ഇലൈഹിം എന്ന് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളുണ്ട്. കേൾക്കലും അവർ പറഞ്ഞത് അനുസരിക്കലും പറഞ്ഞതുപോലെ ചെയ്യലും അവരുടെ മേലൊരു ബാധ്യത ഉണ്ട് സമൂഹത്തിൻ്റെ മേൽ. അപ്പോൾ അതിന് തിരിഞ്ഞ് കുറച്ച് ആൾക്കാർ, പഠിക്കാൻ പോയ ആൾക്കാർ, അവർക്ക് ദീന് പറയാം. അല്ലാത്തവർ വലിയുൻദിറു ഖൗമഹും, നദാറത്ത് കൊടുക്ക്, പറഞ്ഞു കൊടുക്ക്, അനുസരിപ്പിക്ക്, അവരോട് ചെയ്യാൻ പറയൂ. ലഅല്ലഹും യഹ്ദറൂൻ, അവരെന്ത് ചെയ്യാൻ വേണ്ടി? ജാഗ്രത പുലർത്താൻ വേണ്ടിയിട്ട്, അള്ളാഹു പറഞ്ഞനുസരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു അസ്ലാണ്. ഉമ്മത്ത് നന്നാവണം എന്നുണ്ടെന്നുള്ള ഒരു അസ്ലാണ്. അങ്ങനെ ആ ഒരു അസ്ല് നുബുവത്തിൻ്റെ കാലത്ത് നമുക്ക് കാണാൻ പറ്റും. നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളെ ഹയാത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, സഹാബാക്കൾ വരുമ്പോൾ നബി പറയും, ഇന്ന ആളടുത്ത് പോയിക്കോ. നബി ഷഹാദത്ത് കൊടുക്കും. ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കൊടുത്ത്, അഖ്റഉകും ഉബയ്യ്. മറ്റൊരു ഷഹാദത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് പോയിട്ട് ഓതിക്കോളി. അപ്പോൾ ഖിറാഅത്ത് എടുക്കണം തന്നെ ഇബ്നു മസ്ഊദിൻ്റെ അടുത്ത് പോകണം. ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് നിശ്ചയിച്ച് തന്നു. ഫിഖ് എടുക്കണമെങ്കിൽ ആരെടുത്ത് പോകണം? അതും നിശ്ചയിച്ച് തന്നു. ഒരു സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. എന്നാൽ നബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയുടെ വഫാത്തിന് ശേഷം ആരോട് ചോദിക്കണം? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമുൽ ഫറായിദ് പഠിക്കേണ്ടത് ആരെടുത്തുന്ന? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തുന്ന. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ച് ഉമ്മത്തിയിൽ, സഹാബാക്കളുടെ ഇടയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഫിഖിൻ്റെ ആൾക്കാർ അവർ ഫിഖ് പറയും. ഉയർന്ന ഹദീസ്, ഉയർന്ന നഖലിൻ്റെ ആൾക്കാർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെ ഉയർന്ന
മനസ്സിലാക്കലും പഠിക്കാനും കഴിവുള്ള ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. അത് പ്രകാരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബാക്കളെ അടുത്ത് പോയി പഠിച്ചു. ആ ദുആഇൻ്റെ ജവാബ പഠിച്ചതിന് ശേഷമാണ് പഠിപ്പിക്കാതിരുന്നത്. എന്താണ് ചുരുക്കം പറഞ്ഞാൽ, സഹാബാക്കൾ ആദ്യത്തെ സദറിൽ ഫിഖ്ഹിൽ സംസാരിച്ചതായി നമ്മൾ ഹദീസിൻ്റെയും താരീഖിൻ്റെയും കുതുബുകളിൽ എടുത്തു നോക്കിയാൽ ഫിഖ്ഹിൽ സംസാരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ 120 ആൾക്കാരാണ്. 120 ആൾക്കാരെന്ന് പറയുമ്പോൾ എത്ര സഹാബാക്കളുണ്ട്? ചില റിവായത്തോടെ 1,20,000 സഹാബാക്കളുണ്ടെന്നാണ്. അതിൽ ഫിഖ് കൃത്യമായി ഫിഖ്ഹിൽ ആൾക്കാർ പഠിപ്പിക്കാനും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും ഫത്വ ചെയ്യാനിരുന്നിരുന്ന സഹാബാക്കൾ എണ്ണിക്കൂട്ടി, അതായത് മസ്അലകൾ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ 120 സഹാബാക്കളുണ്ട്. അതിലും ആ സഹാബാക്കളുടെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖുഫിൻ്റെ ഒരു മസ്അലത്തിൽ പറയാണ്, അത് അലി റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് ചോദിക്കൂ, ആ മസ്അലത്ത് എൻ്റെ അടുത്തില്ല. കാരണം അവർക്കറിയാം ആരാണ് പഠിച്ചിട്ടുള്ള, ആരടുത്ത് എന്തുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ സഹാബാക്കൾ റളിയല്ലാഹു അൻഹു, സഹാബാക്കൾ വഫാത്തായോടെ ആദ്യത്തെ തലമുറ കഴിഞ്ഞു. ഇനി അടുത്ത ചെറിയ സഹാബാക്കളുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, പക്ഷേ പഠിച്ചത് കൂടുതലും ആരെടുത്തുന്ന സഹാബാക്കൾ, വലിയ സഹാബാക്കളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചെറിയ സഹാബി അല്ലെങ്കിലും കുറേ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ കാലത്ത് എന്തുണ്ടായി? ഈ സഹാബാക്കൾ ഇന്തിഷാറുണ്ടായി. മദീനത്തുനിന്ന്, അതായത് ഫുഖഹാക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു നാട്ടിൽ നിന്ന് ഫുഖഹാക്കൾ എന്തായി? യാത്രയായി. ആ യാത്ര ഒന്ന് മക്കത്താണ് ഉണ്ടായിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്രസയാണ് മക്കത്തുണ്ടായിരുന്നത്. ദാറുഖുത്നി എടുത്ത് നോക്കിയാൽ നമുക്ക് തീരും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഒരു രീതിയുണ്ട്. സഹാബാക്കളെ മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഹദീസിനെ പറഞ്ഞു തന്ന, ആ ഹദീസ് എങ്ങനെയാണ് സഹാബാക്കൾ, വലിയ സഹാബാക്കൾ മനസ്സിലാക്കിയത് എന്ന് പഠിച്ചു വന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മദ്രസ. ആ മദ്രസത്തിൽ വലിയ ഉലമാക്കളായിട്ട് ഇങ്ങനെ വന്നു. അതേ കാലത്ത് തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫിഖ്ഹിൻ്റെ മദ്രസത്ത് എവിടെ ഉണ്ടായിരുന്നു? മദീനത്തുണ്ടായിരുന്നു. ഒരു ഫിഖ് പറയാനും ഫത്വ പറയാനും അതുപോലെ തന്നെ എന്തൊരു മസ്അലത്ത് വന്നാലും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വരും. അവിടുന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളൊക്കെ മദീനത്തിലുള്ള പണ്ഡിതന്മാർ അവരെ സനദൊക്കെ മുട്ടുന്നത് എവിടെയാണ്? ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അതേ സമയത്ത് കൂഫയിലേക്ക് പോകുമ്പോൾ അവിടേക്ക് അലി റളിയല്ലാഹു അൻഹും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യാത്ര മുമ്പേ ചെയ്ത്, അതായത് സഹാബാക്കളെ അവസാന കാലത്ത്, വലിയ സഹാബാക്കളെ ആ കാലത്ത് യാത്ര ചെയ്തപ്പോൾ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിൻ്റെ നിന്ന് താബിഈകൾ എടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരും അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രമുഖമായ 3 മദ്രസ കൂടാതെ ഒരു യമനിയിലത്തെ ഒരു മദ്രസ കൂടിയുണ്ട്. യമനിയിലത്തെ മദ്രസയാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ. അതിന് മുമ്പ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു വെച്ചത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മദ്രസ. ചുരുക്കം പറഞ്ഞ 4 മദ്രസയാണ് അസാസിയായിട്ട് എന്തുണ്ടായിരുന്നത്? സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നത്. ഈ സഹാബാക്കൾ റളിയല്ലാഹു അൻഹു മദ്രസ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, മദീനത്തുള്ള ഉലമാക്കൾ ഇവരൊക്കെ ഏകദേശം ഒരു മൻഹജിയിലാവുമ്പോൾ അതാണ് ഇതിന് മദ്രസത്തുൽ മദീന എന്ന് പറയുന്നത്. മദ്രസത്തുൽ മക്കയ്ക്ക് പ്രത്യേകമായ ഒരു രീതിയുണ്ട്. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് നിന്ന് എങ്ങനെയാണ് സഹാബാക്കൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ആ വാക്ക് ഖുർആൻ എങ്ങനെ മനസ്സിലാക്കേണ്ടത് പഠിപ്പിച്ചു കൊടുത്തത് പഠിച്ച ആൾക്കാരാണ്. അങ്ങനെ ഈ മദ്രസത്തുകളിൽ നിന്നാണ് പിന്നീട് മദ്ഹബുകൾ വരുന്നത്. അതായത് ഉലമാക്കൾ വന്ന് ഇവരെത്തുന്ന എങ്ങനെ മനസ്സിലാക്കിയെന്ന് കിട്ടി. പിന്നീട് പണ്ഡിതന്മാർ ആ രീതിക്ക് ഖുർആനും സുന്നത്തും നോക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ സഹാബാക്കൾ എന്ത് പറയുന്നു, ആ മദ്രസയിൽ വന്ന ആൾക്കാരാണ്. ഇപ്പോൾ
കൂഫൻ്റെ മദ്രസയിൽ വന്ന ആളാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഏത് സഹാബിനാണ് കൂടുതൽ ഉദ്ധരിക്കുന്നത് എന്ന് നോക്കി കഴിഞ്ഞാൽ അത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. കാരണം ഒരു മദ്രസത്തെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്രസത്താണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്രസത്തിലാണ് ഷാഫിഈ ഇമാം ചെറുപ്പത്തിൽ ഖാലിദ് സിൻജി റഹിമഹുല്ലാഹു തആലയുടെ അടുത്ത് പഠിച്ചത്. സിൻജി റഹിമഹുല്ലാഹിൻ്റെ അടുത്ത് ഓതി പഠിച്ചത്. അതിനുശേഷം മദീനത്ത് പോയി ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയിട്ട് ഓതി പഠിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്രസത്താണ് ഉമരി മദ്രസ, ഇബ്നു ഉമർ റളിയല്ലാഹു. അതുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അതേ ശക്തം ആരെടുത്തുണ്ട്? ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ അടുത്തുണ്ട്. ആ മദ്ഹബിയിലും നമ്മൾക്ക് ആ ശക്തം കാണാൻ പറ്റും. ആ മദ്ഹബിൽപ്പെട്ട ഒന്നാണ് സദ്ദുദ്ദറായ. അത് ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ കുറേ ഹദീസുകൾ എടുത്തൊക്കെ നമ്മൾക്ക് ആ സദ്ദുദ്ദറ എന്തൊരു പ്രശ്നം വരുന്ന ആദ്യം ആ വാതിലാണ് പൂട്ടിക്കുമെന്നാണ് പറയുക. അത് ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു രീതിയാണ്. ആ രീതി തന്നെയാണ് ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് മുതവാറസായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ നമ്മളെ മദ്ഹബ് അബ്ബാസി മദ്ഹബെന്നോ ഉമരി മദ്ഹബെന്നോ അല്ലെങ്കിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിസ്ബത്ത് മസ്ഊദി മദ്ഹബെന്നോ അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്? അങ്ങനെയൊക്കെയാണ് വേണ്ടത്. പക്ഷേ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹും ഇവരൊന്നും ഉസൂൽ ഞങ്ങൾ ഇങ്ങനെയാണ് എടുത്തേരുന്നതെന്ന് കൃത്യമായ ഒരു ചിട്ടയോടെ പറഞ്ഞു കൊടുത്തതല്ല. ഇവർ പഠിപ്പിച്ചു കൊടുത്തതാണ്. പഠിപ്പിച്ചു കൊടുത്ത് മുതവാറസായിട്ട് വന്നു. പക്ഷേ ഇതിൻ്റെ ഉസൂലുകൾ ചിട്ടപ്പെടുത്തി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ചിട്ടപ്പെടുത്തലുണ്ടായതാണ് ആരടുത്ത്? മുജ്തഹിദീങ്ങളായ അഇമ്മത്ത് റളിയല്ലാഹു അൻഹു. ഇവരെ അടുത്തുനിന്ന് പഠിച്ചിറങ്ങിയവരും 1, 2, 4 ആൾക്കാരല്ല, 200ഓളം മദ്ഹബിൻ്റെ പണ്ഡിതന്മാരുണ്ട്. ഇവരും അവരെ ശേഷം വന്ന് ഈ മദ്രസകൾ ഇതൊക്കെ അവസാനിക്കുക ആരടുത്താണ്? ഈ മദ്രസകളിലേക്കാണ് അവസാനിക്കുള്ളൂ. 4 മദ്രസയോ അല്ലെങ്കിൽ അപൂർവമായി 120 സഹാബിയിലത്തെ ഏതെങ്കിലും സഹാബിനടുത്ത് മടങ്ങും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഉസൂലുകൾ പഠിച്ചിട്ടും അവരെ എത്തുന്ന വെറും ഉസൂൽ എഴുതി വെക്കൽ മാത്രമല്ല, ഉസൂൽ എന്താണെന്ന് അറിയലും അവരെ മസ്അലത്ത് എങ്ങനെയാണ് ഉസൂലിൽ നിന്ന് എടുത്തത് എന്ന് മനസ്സിലാക്കി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് സഹാബാക്കൾ എങ്ങനെ നോക്കി എന്നുള്ളത് ഇജ്തിഹാദ് ചെയ്തിട്ട് ആ രൂപം ചിട്ടപ്പെടുത്തി തന്ന ആൾക്കാരാണ് ഈ മദ്ഹബിൻ്റെ ആൾക്കാർ. എങ്ങനെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഹാദീസും ആയത്തും കേൾക്കുമ്പോൾ എങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർബിയത്ത് ചെയ്ത സഹാബാക്കളാണ്. സഹാബാക്കൾ ഫുഖഹാക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി ഒരു ഉദാഹരണം നിങ്ങൾക്ക് ആ ഉദാഹരണത്തിൽ മനസ്സിലാവും. നബിയുടെ ഫിഖ്ഹിൻ്റെ തർബിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് സഹാബാക്കൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നബി പറയും, ചോദിക്കാറുന്നില്ലേ എന്ന് പറയും. അങ്ങനെ കുറേ വിഷയങ്ങളിൽ അതിൽപ്പെട്ട ഒന്നാണ് എന്താണ് ഒളു എടുത്തിട്ട് ഒരു സഹാബി എന്ത് ചെയ്ത് തണുപ്പത്ത് ഒളു എടുത്ത് എന്താ കുളിച്ചിട്ട് എന്താ ഇത് വഫാത്തായി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വന്ന് ചോദിക്കായിരുന്നില്ല, അറിയില്ലെങ്കിൽ ചോദിക്കണ്ടേ. ഇന്നമാ ആഫത്തുൽ ഇയ്യിസ്സുആൽ. അപ്പോൾ സഹാബാക്ക റളിയല്ലാഹു അൻഹുവിനെ തർബിയത്ത് ചെയ്യുകയാണ്. ഒരു മസ്അലത്ത് വന്ന് മശക്കത്ത് വന്ന് നേരെ ആരെടുത്ത് വരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വരണം. നബി നിയോഗിച്ച സഹാബാക്കളുടെ അടുത്ത് വരണം. അത് ചിട്ടപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയാണ്, കൃത്യമായി ഫിഖ്ഹിൽ ചെറുതും വലുതും കൂടുതലും കുറവായിട്ട് സംസാരിച്ച സഹാബാക്കളെ കൃത്യമായി പറയണ 120 സഹാബാക്കളുണ്ട്. ബാക്കിയുള്ളവർ ഫിഖ് പറഞ്ഞതല്ല, ഫിഖ്ഹിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തതെന്ന് മാത്രമേ കാണുള്ളൂ. മസ്അലത്ത് പറഞ്ഞെന്ന് ഇവർ ഈ 120 ആൾക്കാരെ കാണുള്ളൂ. ഈ 120 ആൾക്കാരുടെ പേര് തറാത്തീബുൽ ഇദാരിയ എന്ന് പറഞ്ഞ കിതാബിൽ കാണാം. അവർ ഹദീസുകൾ നോക്കി കഴിഞ്ഞാൽ അവർ തന്നെ പറയും ഈ മസ്അലത്ത് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്നല്ല, നബീൻ്റെത് മനസ്സിലായത് എനിക്ക് ഇങ്ങനെയാണെന്ന് പറയും. തിരിച്ചു വരാം. 200ഓളം മദ്ഹബ് ഉണ്ട് എന്ന് പറഞ്ഞു. ഈ 200ഓളം മദ്ഹബ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ 200ഓളം മദ്ഹബ്, അല്ലാതെ
മറ്റേ ബിദഅത്തിൻ്റെ ആൾക്കാർ 200 മദ്ഹബല്ല. അതിൽപ്പെട്ടും തബരി റഹിമഹുല്ലാഹുവിൻ്റെ മദ്ഹബ്, തഫ്സീറിൻ്റെ ആളെ മദ്ഹബ്, അതിൽ പെടും സുഫിയാൻ സൗരി റഹിമഹുല്ലാഹുവിൻ്റെ മദ്ഹബ്, ഔസാഇ റഹിമഹുല്ലാഹുവിൻ്റെ. ഇതൊക്കെ സഹീഹും ഹഖീഖുമായ മദ്ഹബാണ്. ഇതൊക്കെ മടങ്ങുന്നത് മെയിനായിട്ട് ഈ 4 ആൾക്കാരിൽക്കാണ് കൂടുതലും, ബാക്കി 120. പക്ഷേ ഇവിടൊക്കെ എന്താ ഉണ്ടായത്? ഇവരൊക്കെ ഉസൂല് പറഞ്ഞു കൊടുത്ത ശിഷ്യന്മാരോട്. ഞങ്ങൾക്ക് മനസ്സിലായത് സഹാബാക്കൾ ഇങ്ങനെയൊക്കെയാണ് എടുത്തത്. ഖുർആനും ഹദീസും തആറുള് വരുമ്പോൾ, നമ്മളിപ്പോൾ ഉസൂൽ ഫിഖ്ഹിൽ ചുരുക്കമായിട്ട് പഠിക്കും, അതിൽപ്പെട്ട ഒന്നാണ് തആറുള് വരുമ്പോൾ തർജീഹ് ചെയ്യണോ, അതാ എന്ത് ചെയ്യണം, അതാ രണ്ടും കൂടി ജംഅ ചെയ്യണോ? ഹനഫികൾ പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദ്ഹബ് ജംഅ ചെയ്യണം എന്നല്ല, തർജീഹ് ചെയ്യണം എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് സഹാബാക്കൾ വന്ന് പറഞ്ഞു ജംഅ ഉണ്ടോ, ഖസ്റുണ്ടോ എന്നല്ല, ജംഅുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അപ്പോൾ പറഞ്ഞു ജംഅ ഉണ്ട്, പക്ഷേ എവിടെ മാത്രമേ ഉള്ളൂ? മുസ്ദലിഫയിൽ മാത്രമേ ഉള്ളൂ. അപ്പം മറ്റേതോ അത് മുമ്പത്തെ കാര്യമാണ്, തർജീഹ് ഇതാണ്. ആ മദ്ഹബാണ് ഇപ്പോഴും. അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ജംഅ ഇല്ല, ഖസ്റേ ഉള്ളൂ. അത് മുതവാറസായി കിട്ടിയ ഒരു വിഷയമാണ്. ഉസൂലെടുത്ത് മസായിൽ പറയല്ല, ഇപ്പോൾ ചുരുക്കമായി ഉമൂമിയായ ആവശ്യമുള്ള കാര്യങ്ങൾ പറയാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഓരോ വിഷയത്തിൻ്റെ താഴെ കുറേ ഉദാഹരണങ്ങളും കുറേ വെളിവാക്കുന്ന കാര്യങ്ങളും ഉണ്ടാകും. ഈ 200 മദ്ഹബ് ഞാൻ പറഞ്ഞല്ലോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുഖററായ 200 മദ്ഹബ്. ഇവിടെ എന്തുണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തില്ല, ഈ മദ്ഹബുകളിൽ നിന്ന് ഒന്നൊന്നായിട്ട് 500 ഹിജ്രി 600 ഹിജ്രി എത്തുമ്പോഴത്തേനും എല്ലാ മദ്ഹബും, 4 മദ്ഹബില്ലാത്ത എല്ലാ മദ്ഹബും പരമ്പര അറ്റുപോയി. അതായത് ഉസൂല് എടുത്ത് ആ ഉസൂൽ എങ്ങനെയാണ് ഇവർ നോക്കിയിരുന്നതെന്ന് പഠിപ്പിച്ച് കൊടുത്ത ആളേത്തും പഠിച്ച ആളേത്തുനിന്ന് പഠിക്കാനുള്ള വഴിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് ഔസാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് കിട്ടൂല, ഫിഖ് കിട്ടും. ഇന്നിപ്പോൾ കിതാബൊക്കെ ചിലവർ എഴുതിയിട്ടുണ്ട് ഫിഖുൽ ഔസാഇ. ഇതിൽ എന്താണുള്ളത്? ആകെ ഉള്ളത് ഇമാം ഔസാഇ റഹിമഹുല്ലാഹുവിൻ്റെ മസ്അലത്ത് മാത്രം. എങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് നമുക്കില്ല, നമ്മളെടുത്തില്ല. അത് നമ്മളെ ശൈലിയിൽ നമ്മൾ നോക്കിയിട്ട് അതിങ്ങനെയാണെന്ന് ഊഹിച്ചെടുക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷാഫിഈ മദ്ഹബാവുമ്പോൾ ഷാഫിഈ മദ്ഹബിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെ ഓതുമ്പോൾ, ഉസ്താദ് ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ, ഉസ്താദെ ഇതിങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഉസ്താദ് പറഞ്ഞു അതങ്ങനെ തന്നെയാണ്. കാരണം ഉസൂലുകൾ മനസ്സിലായിട്ടാണ് ഇവരൊക്കെ വരുന്നത്. ആരെ ഉസൂല്? സഹാബാക്കൾ റളിയല്ലാഹു അൻഹു എങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ ഇവരൊക്കെ ഇജ്തിഹാദ് വരുന്നത് സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള ഇജ്തിഹാദിലേക്കാണ്. ഇജ്തിഹാദ് മുത്ലഖ്, ഉസൂലിൻ്റെ ഇജ്തിഹാദ്. എന്തിൻ്റെ ഇജ്തിഹാദ്? അവരെ മനസ്സിലാക്കൽ ഇങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിക്കണം മനസ്സിലാക്കൽ. അതാണ് ഇജ്തിഹാദ് മുത്ലഖ് എന്ന് പറയുന്നത്. അതായത് ഇജ്തിഹാദ് മുത്ലഖ് എന്ന് പറയുമ്പോൾ അവിടെ പറയുകയാണ് എങ്ങനെയാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും മനസ്സിലാക്കിയിരുന്നത്. അത് പിന്നീട് അവരെ ശിഷ്യന്മാരായ അടുത്ത തലമുറയിലുള്ള ആൾക്കാർ ആ ഉസൂലും സഹാബാക്കളെ കലാമും ഫിഖും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസും ആയത്തും കൊണ്ട് ഒത്തു നോക്കുമ്പോൾ അവർ പറയുന്നു, എന്താണ് മുസനിം ബുവൈത്തൊക്കെ പറയുന്നു, ഇതന്നെയാണ് ഹക്ക്, ഇതാണ് സഹാബാക്കൾ ചിന്തിച്ച രൂപം. അതിലേക്ക് എത്തിപ്പെടാണ്. മുഹമ്മദ് ഇബ്നു യൂസുഫ് ഷൈബാനി റഹിമഹുല്ലാഹ് ഓര് പറയാണ്, ഓരൊക്കെ മുജ്തഹിദ് മുത്ലഖാണ്. മുത്ലഖല്ലാത്ത വെറും ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആളല്ല. പക്ഷേ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹു തആല പറഞ്ഞത് തിരിച്ചു ഉസൂലിക്ക് റദ്ദ് ചെയ്തൊക്കെ ഓര് പറഞ്ഞെന്ത്? ഇതന്നെയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അലി റളിയല്ലാഹു അൻഹു ഓരൊക്കെ നോക്കിയിരുന്ന രൂപം ഇതാണ്, ഞങ്ങൾക്ക് ഉറപ്പ് വന്നതാണ്. പക്ഷേ ചില മസ്അലത്തിൽ അങ്ങനെയല്ല. അപ്പോൾ 2 ഖിലാഫ് വന്ന് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹിൻ്റെ ഇടയിലും മുഹമ്മദ് ബിൻ യൂസുഫ് ഷൈബാനി റഹിമഹുല്ലാഹിൻ്റെ ഇടയിലും ഖാദിൻ്റെ അടുത്തും 3 ആൾക്കാരുടെ ഇടയിൽ എന്തായി? ഖിലാഫ് വന്ന്. ഇതെങ്ങനെ ഖിലാഫ് വരണം ഇവരുടെ ഇടയിൽ? അതുകൊണ്ട് ഇന്നിപ്പോൾ മദ്ഹബ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 3 ആൾക്കാരെ നോക്കല. ഈ 3 ആൾക്കാർ ഇജ്തിമാ ഉണ്ടായാൽ അത് മുഅക്കദായി. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് മാത്രം പറഞ്ഞു, മുഹമ്മദ് ബിൻ യൂസുഫും പിന്നെ ഖാദിയും
രണ്ടാളും ഒരുമിച്ച് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ഖിലാഫ് ഉണ്ടായ രണ്ടാൾ പറഞ്ഞെടുക്കുക. കാരണം അവർ കൂടുതൽ തൻഖീഹ് ചെയ്ത്, അതായത് ഉസ്താദ് പറഞ്ഞത് ഒന്നുകൂടി ഉറപ്പിച്ചു. ഉസൂൽ അങ്ങനത്തെ. അപ്പോൾ ഉസൂലിൽ ആർക്കും ഖിലാഫില്ല. 4 മദ്ഹബിൻ്റെ ഉസൂലും ഹക്കായ സഹാബാക്കളെ ഉസൂലാണ്. അപ്പോൾ അതിൽ ഇഷ്കാലില്ല. 4 മദ്ഹബ് മാത്രമല്ല, പക്ഷേ ആ മദ്ഹബുകളിൽ നിന്ന് 4 മദ്ഹബാണ് ഇന്ന് ശരിയായ മുസൽസലായ രൂപത്തിൽ നമ്മൾക്ക് എത്തണമല്ലോ. അറ്റ്ലീസ്റ്റ് തഹ്രീർ ചെയ്യണ കാലം വരെ, മദ്ഹബിൻ്റെ ഉസൂലും ഫുറൂഉം കൃത്യമായി. ഉസൂൽ എന്ന് പറഞ്ഞാൽ ഉസൂൽ ഫിഖ് അല്ല. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അതൊരു ആമായ ഒരു കാര്യമാണ്, ആമായ ഒരു ഉസ്ലൂബാണ്. ഉസൂൽ ഫിഖ്ഹിൻ്റെ ഉള്ളിലുള്ള ഒരു ഉസൂലുണ്ട്, ഷാഫിഈ മദ്ഹബിൻ്റെ ഉസൂൽ. നിങ്ങൾ ഉസൂൽ പഠിച്ച ആളാണെങ്കിൽ ഉസൂൽ രണ്ടാമെന്ന് പറയും. മുത്തക്കല്ലിമീങ്ങൾ ഉസൂല്, പിന്നെ ഫുഖഹാക്കളെ ഉസൂല്, അല്ലെങ്കിൽ ഹനഫികളെ ഉസൂൽ എന്ന് പറയും. മുത്തക്കല്ലിമീങ്ങൾ ഉസൂൽ ഏകദേശം സമാണ്. ആരുടെ ഇടയിൽ? ഷാഫിഈയത്തിൻ്റെ ഇടയിലും മാലിക്കിയത്തിൻ്റെ ഇടയിലും ഹനാബിലത്തിൻ്റെ ഇടയിലും. അതുകൊണ്ട് ഹംബലികൾ ജംഉൽ ജവാമി ഓതും, മാലിക്കുകളും ജംഉൽ ജവാമി ഓതും, ഷാഫിഈയത്ത് ആയിട്ടും. ഹനഫികൾക്ക് മനാറുണ്ട്, മറ്റേ ഉസൂലുണ്ട്. ഇത് ഉമൂമായതാണ്. ഇതിൽ മദ്ഹബിൻ്റെ അസ്ല്, മദ്ഹബിൻ്റെ ഉസൂല് കൃത്യമായി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ കാണില്ല. ഇതിൽ പൊതുവായ രീതി, അതായത് പൊതുവായ. അപ്പോൾ ഒരു ജംഉൽ ജവാമി കൊണ്ട് ഞാൻ ഇജ്തിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എണിച്ചു പോവാം, അത്ര തന്നെ. ജവാബ് പറയാൻ അയാളോട് നമ്മൾ ജവാബ് പറഞ്ഞ ആൾക്ക് തിരിയൂല. ഹക്ക് പറയണം. കാരണം മുജാദല ചെയ്യുമ്പോൾ തിരിയുന്ന ആൾക്കാരോട് മുജാദല ചെയ്താലേ തിരിയുള്ളൂ. കാരണമുണ്ട്. ഉസൂല് എന്ന് പറഞ്ഞ സാധനം ഖവാഇദുൻ ആമ്മ ഇൻദ തആറുദ്, ഉലമാക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് നമ്മൾക്ക് ആ ചെയ്ത പ്രോസസ്സ് കാണിച്ചത് കാറ്റലോഗാണിത്. നമ്മൾക്ക് ഉസൂൽ പഠിച്ച് തത്ബീഖ് ചെയ്യണം. തത്ബീഖ് ചെയ്യാൻ വഴിയുണ്ട്. ഈ മസ്അലകൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഉസൂൽ വെച്ചിട്ട് മനസ്സിലാക്കുക. ഉസൂലും ഇതും ഒക്കണില്ല, അപ്പോൾ എനിക്ക് ഉസൂല് മനസ്സിലായിട്ടില്ല. ഒക്കണ വരെ നമ്മൾ നോക്കാം. അപ്പോൾ ഈ ഉസൂൽ ഫിഖിൻ്റെ ഉസൂൽ മനസ്സിലായി. മദ്ഹബിൻ്റെ ഖാസായ ഉസൂല. നിങ്ങൾ ജംഉൽ ജവാമി ആമായ ഉസൂല, അതിലെ തസാഖുത്ത് എന്ന് പറഞ്ഞ സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? 4 എണ്ണുണ്ട്. താറൂദ് വന്നാൽ 4 എണ്ണുണ്ട്. ഒന്ന് ജംഅ്, നമ്മളെടുത്ത് മുതക്കല്ലിമികളെടുത്ത്. 2 തർജീഹ്, ജംഅ് തർജീഹ്. പിന്നെ 3-ാമത്തെ കാര്യം ആരുമില്ലേ? ജംഉൽ ജവാമി ആരും ഓതിയിട്ടില്ലേ? ആദ്യം ജംഅ്, 2 തർജീഹ്, 3 തസാഖുത്ത്. അത് മാത്രമേ ഉള്ളൂ. ആലോചിച്ചോ. അവസാനമായിട്ട് പറയുന്നത് തസാഖുത്തുണ്ട്. പക്ഷെ അതിൽ നമ്മൾ കുറേ ശ്രദ്ധ കൊടുക്കൂല. കാരണം എന്താ വെച്ചാൽ അത് നമ്മളെ മദ്ഹബിലുള്ള സംഭവമല്ല, മാലിക്കി മദ്ഹബിൻ്റെ സംഭവമാണ്. അവരെടുത്ത് ബസ്മലത്ത് ഓതണോ വേണ്ടേ, ബസ്മലത്ത് ഓതണോ വേണ്ടേ, ഉറക്കൻ ഓതിയോ ഇല്ലേന്ന് ചർച്ച വന്നപ്പോൾ അവരെടുത്ത് അത് തസാഖുത്തുണ്ടായി. അതായത് ബിസ്മി ഓതൂല്ല. അവരെടുത്ത് ബിസ്മി ഓതൽ കറാഹത്താണ്. ഇത് ഖാസായ ഉസൂലിൽപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്? ഖാസായ ഉസൂലിൽപ്പെട്ട കാര്യമാണ് മദ്ഹബിൻ്റെ ഉസൂൽ. ഈ മദ്ഹബിൻ്റെ ഉസൂല് എല്ലാതും എന്തല്ല, മക്തൂബായ രൂപത്തിൽ ഒരു സ്ഥലത്ത് കാണില്ല. ഉലമാക്കൾ അതിനെ ഹിഫ്ള് ചെയ്തത് മുതനാഫിറായിട്ടാണ്. അതുകൊണ്ട് വലിയ കിതാബ് ഓതുമ്പോൾ തഅലീലിനും ഉസൂൽ ഫിഖിൻ്റെ ഉസൂൽ മനസ്സിലായാൽ മദ്ഹബിൻ്റെ ഉസൂൽ തിരിയാം. അല്ലാതെ മദ്ഹബിൻ്റെ ഉസൂൽ തിരിയൽ പ്രയാസമാണ്. അങ്ങനെ ഉസൂൽ ഫിഖ് പഠിച്ച അതായത് ഉസൂൽ ഫിഖ് എന്ന് പറയുമ്പോൾ നദറിനുള്ള ആലത്ത്, ദലീലിൽ നദർ ചെയ്യാനുള്ള ആലത്ത്, അതിനൊപ്പം അഇമ്മത്ത് റളിയല്ലാഹു അൻഹു മുതവാറസായി കിട്ടിയ ആ അഇമ്മത്ത് എങ്ങനെ ചെയ്തു എന്നുള്ള വഴിയും കൂടി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മദ്ഹബിൻ്റെ ഉസൂൽ നമുക്ക് തിരിയുള്ളൂ. അപ്പോൾ ഇമാം അഇമ്മത്ത് റളിയല്ലാഹു അൻഹു ഉസൂൽ പറഞ്ഞെന്നാണ്. ശിഷ്യന്മാർ ആദ്യം വന്ന ആദ്യത്തെ പടി ശിഷ്യന്മാർ
ഈ മദ്ഹബ് അങ്ങനെ തന്നെയാണ് സ്ഥിരീകരിച്ച്, മദ്ഹബ് ഹക്കാണ്, ഞങ്ങൾ മുഖല്ലിദായിട്ടല്ല, ഞങ്ങൾ മുജ്തഹിദീങ്ങളായിട്ട് അത് മദ്ഹബ് ഞങ്ങൾക്ക് മനസ്സിലായി സഹാബാക്കൾ മനസ്സിലാക്കിയ രൂപമാണ് എന്നുള്ളത്. കാരണം അവർ അടുത്ത സമയമാണ് സഹാബാക്കളുടെ സമയം, സ്ഥിരീകരിക്കാനും ഉറപ്പിക്കാനുള്ള എല്ലാ ആലത്തുകളുണ്ട്. അതിനുശേഷം അവരെ ശിഷ്യന്മാരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഇമാം റഹിമുള്ള മദ്ഹബിൻ്റെ കലാമൊക്കെ ക്രോഡീകരിച്ചിട്ട് അതിൽ ആ കലാമീന്ന് മനസ്സിലാക്കാനും ആ കലാമിൽ വന്നിട്ടുള്ള ഖിലാഫുകളും, അതായത് മുഹ്തമലായ വജുവും മുഹ്തമലല്ലാത്ത ഖത്ഇയായ വജുവും തമ്മിൽ വേർപ്പെടുത്താൻ തുടങ്ങി. അപ്പം മദ്ഹബിൽ ആദ്യത്തെ പണി ചെയ്ത ഉലമാക്കൾ അവർ തമ്മിൽ ഖിലാഫ് ഉണ്ടെങ്കിൽ, ഖിലാഫ് ഉണ്ടാവുക മസ്അലകളിലാണ്, ഉസൂലിലല്ല. മസ്അലകളിലല്ല, ഉസൂലിൽ ചെറിയ ഖിലാഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് വേറൊരു മദ്ഹബായി. ഏതുപോലെ അഹ്മദ് റഹിമഹുല്ലാഹു തആല ഷാഫിഈ ഇമാമിൻ്റെ റാവിയാണ്, മദ്ഹബിൻ്റെ റാവിയാണ്, അതുപോലത്തെ മദ്ഹബിൻ്റെ ഒരു ഇമാമും കൂടിയാണ്. കാരണം ഇമാം അഹ്മദ് തങ്ങളെ ഉസൂൽ ഖിലാഫ് വന്നു. ഷാഫി മദ്ഹബിൻ്റെ ഉസൂലിന് ചെറിയ ഖിലാഫുണ്ട്. അപ്പോൾ ഉസൂലിൽ ഖിലാഫ് വന്നു കഴിഞ്ഞാൽ, അതായത് സഹാബാക്കൾ റളിയല്ലാഹു അൻഹും നോക്കിയിരുന്ന രൂപം എങ്ങനെയാണെന്ന് ഉറപ്പ് വരുത്തേരുന്ന കാര്യത്തിൽ ഖിലാഫ് വന്നാൽ അത് മദ്ഹബുകളാവും. ഇത് ഉറപ്പിച്ച് എല്ലാവരും അംഗീകരിക്കുന്ന മദ്ഹബുകൾ ഇത്രയാണ്. അതിനുശേഷം സഹാബാക്കൾ റളിയല്ലാഹു അൻഹും പറഞ്ഞ ആ മദ്ഹബ്, ആ വന്ന തഖരീർ ചെയ്യപ്പെട്ട ഷാഫിഈ മദ്ഹബാണ് നമ്മുടെ വിഷയം, ബാക്കിയുള്ള മദ്ഹബല്ല. ഷാഫിഈ മദ്ഹബ് മുസനി, ബുവൈത്തി റഹിമഹുമുല്ലാഹു തആല ഇവരൊക്കെ ചെയ്ത പണി എന്ത് ചെയ്യാണ്? ഈ മദ്ഹബിനെ തഖരീർ ചെയ്ത് ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ അഖ്വാലുകൾ നമുക്ക് നഖൽ ചെയ്ത് അതിനൊപ്പം അവർ നോക്കി ഈ ഉസൂൽ വെച്ചിട്ട് അവർക്ക് തിരിഞ്ഞ അഖ്വാലുകൾ വെച്ചു. അതിനുശേഷം വരുന്നു രണ്ട് മദ്ഹബായി മാറി ഖുറാസാനികളും ഇറാഖികളും എന്നൊക്കെ നമുക്ക് തിരിയും. നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇവരൊന്നും എന്തല്ല, ആദ്യം പൂദ്യം ഇജ്തിഹാദ് മുത്ലഖീന്ന് തരീഖത്തു തഫ്കീർ കൊണ്ടുവരലല്ല ഇവർ ചെയ്തത്. ഇവർ പറഞ്ഞു ഇങ്ങനൊക്കെ സാബിത്തായ അവസ്ഥയിൽ നമ്മൾക്ക് ബുഅ്ദുണ്ടായി, ഇനി ഒരു പുതിയ രീതിക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നില്ല, സഹാബാക്കൾ ഇങ്ങനെ തഖരീർ ചെയ്ത് എന്നറിയാൻ പറ്റുന്നില്ല, എന്നാലും ആ തഖരീർ ചെയ്തില്ലേ മദ്ഹബ് ഇങ്ങനെ തന്നെയാണ് സഹാബാക്കളുടെ ഉറപ്പിച്ച ആൾക്കാരെ കലാം വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടിയും ആ നോക്കിയിട്ട് ഉറപ്പിക്കുന്നു അതങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കലാമുണ്ട്, അവരുടെ ശിഷ്യന്മാരെ കലാമുണ്ട്. ഇത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് മനസ്സിലാക്കും. കാരണം ഇവരൊക്കെ എന്ത് ചെയ്തു? സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുകൾ വെച്ച് ശേഖരിച്ച് 100ഓളം പണ്ഡിതന്മാരാണ്. ഒരു പണ്ഡിതൻ, രണ്ട് പണ്ഡിതനല്ല, ഒരു തലമുറ. ഇവർ ചെയ്ത എല്ലാ അമലും കൂടി ശേഖരിക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഖത്ഇയായതിൽ മദ്ഹബിൻ്റെ ഖൗൽ ഇങ്ങനെ ഇമാമിൻ്റെ നസ്സുണ്ട് എന്നറിയാം, നസ്സില്ല, ഇഹ്തിമാലുണ്ട്. അപ്പോൾ അസ്ഹാബുകൾ പറയും ഇതിങ്ങനെ ആയിരിക്കും, ഇതങ്ങനല്ല. കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇമാം റഹിമഹുല്ലാഹു അസ്ല് വെച്ചിട്ട് ഹദീസിൽ ഇങ്ങനെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അസ്ഹാബിൻ്റെ ഇടയിൽ ഖിലാഫ് വരാണ്. പക്ഷേ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇമാമിൻ്റെ എല്ലാ കിതാബുകളും എല്ലാവരുടെ അടുത്തും ലഭ്യമല്ല. അതായത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ തത്ബീഖ് ചെയ്തത്, ഇമാം മുജ്തഹിദ് മാത്രമല്ല ഒരു മുഹദ്ദിസും കൂടിയാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. ഓരോ എല്ലാ ഉസൂലോണ്ട് തത്ബീഖ് ചെയ്ത എല്ലാ കിതാബും എല്ലാവരുടെ അടുത്തും അസ്ഹാബിങ്ങളുടെ അടുത്ത് എത്തിയില്ല. പക്ഷേ ഇവരൊക്കെ മുജ്തഹിദീങ്ങളാണ്. അങ്ങനെ അതിനുശേഷം വന്ന പണ്ഡിതന്മാരാണ് ഗസാലി റഹിമഹുല്ലാഹു തആല, റാഫിഈ റഹിമഹുല്ലാഹ്. ഇവരൊക്കെ ആദ്യമായി ചെയ്ത പണി എന്താ? അസ്ഹാബുകളെ ഖൗലും ഇവരെടുത്ത് മടങ്ങിയ എന്ത് ചെയ്ത് ഇജ്തിഹാദോടെ മടങ്ങിയ സഹാബാക്കൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹിൻ്റെ ഖൗലും അസ്ഹാബ് ഇമാം ഷാഫിഈൻ്റെ ഉസൂല് മനസ്സിലാക്കിയതും ആ ഉസൂലിൽ നിന്ന് തഖ്രീജ് ചെയ്ത ഫുറൂഉകളും ഒരുമിച്ച് ഒത്തു നോക്കി അവരെന്ത് ചെയ്ത്? അവർ പറഞ്ഞ് ഇത്
മുഹ്തമലാണ്, ഇത് മുഹ്തമലല്ല, ഇത് ഖത്ഈയാണ്, ഖത്ഈയല്ല, ഇത് അസ്ഹറാണ്, അസഹാണ്, മറ്റേതാണ്, അങ്ങനെ പറഞ്ഞു. അതിനുശേഷം അതാണ് റാഫി ഇമാം ചെയ്ത തഹ്രീർ. അതിനുശേഷം നവവി റഹിമഹുല്ലാഹു വന്നു. നവവി റഹിമഹുല്ലാഹുവിൻ്റെ അടുക്കൽ റാഫി ഇമാം റഹിമഹുല്ലാഹുവിൻ്റെ അടുക്കലുള്ളതിനെക്കാട്ടിയും കുതുബുകൾ ആരെടുത്തുണ്ട്? നവവി ഇമാമിൻ്റെ അടുത്ത്. റൗള നോക്കിയാൽ തിരിയും. അതിനാൽ നവവി ഇമാം റഹിമഹുല്ലാ കുറേ സ്ഥലങ്ങളിൽ ഇമാമിൻ്റെ കൗൽ ഇങ്ങനെ ഉണ്ട്, റാഫിഈൻ്റെ കൗലിന് എതിരാണ്. റാഫിഈൻ്റെ അടുത്ത് ആ കൗലുണ്ടായിരുന്നിരിക്കില്ല. അല്ലെങ്കിൽ അവർ ഉസൂൽ വെച്ച് നോക്കുമ്പോൾ റാഫിഈൻ്റെ കൗലിൻ്റെ തഅലീൽ ഖരീബോ ബഈദോ അങ്ങനെ ആയിരിക്കാം. അതിനുശേഷം വന്നവർ വെറും നവവി പറഞ്ഞ് റാഫിഈ പറഞ്ഞ് എന്നറിഞ്ഞിട്ട് അവിടെ നിർത്തില്ല. അസ്ഹാബ് ചെയ്തത് ശരിയാണോ അല്ലേ എന്നുള്ള ഒത്തു നോക്കൽ നല്ല രീതിക്ക് ഒരാളും രണ്ടാളും അല്ല നടത്തിയത്. മുഹദ്ദബ് എടുത്തോ, ഷിറാസിൻ്റെ മുഹദ്ദബ് എടുത്ത് നോക്കിയാൽ തൻഖീഹ് കാണും. പക്ഷേ ഉലമാക്കൾ ഈ 100ഓളം പണ്ഡിതന്മാർ ആ ശ്രമം നടത്തിയതിൽ ഏറ്റവും ഉസൂലിനെ ഒത്ത ശ്രമം റാഫിഈൻ്റെതും നവവിൻ്റെതും ആണ് എന്നുള്ളത് ഉലമാക്കൾ കീറി മുറിച്ചപ്പോൾ മനസ്സിലായതാണ്. ഇസ്നവി റഹിമഹുല്ലാഹു തആല, അസ്റാഇ റഹിമഹുല്ലാഹു തആല, അതുപോലെ തന്നെ ഇബ്നു റിഫഅ റഹിമഹുല്ലാഹു തആല, സർകശി റഹിമഹുല്ലാഹു തആല, ഇവരൊക്കെ കിതാബ് എടുത്ത് നോക്കിയാൽ കാണാം ഇമാം നവവി റഹിമഹുല്ലാഹും മുഹദ്ദബും ഈ ആ കാലഘട്ടത്തിലുള്ള അസ്ഹാബിൻ്റെ ഇമാമിൻ്റെ അഖ്വാലുകൾ ഒരുമിച്ച് കൂട്ടലും ആ ഉസൂൽ വെച്ച് ഒത്തു നോക്കലും നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ അത് ഒത്തു നോക്കി. അപ്പോൾ ഇവരാദ്യം ചെയ്ത പണികൾ ഉറപ്പിച്ച് അത് കൃത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇനി അതിൽ ഇജ്തിഹാദ് ചെയ്യാൻ വകുപ്പില്ല എന്ന് കൃത്യമായോടത്ത് ഇജ്തിഹാദ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഓരോരുത്തരും താഴെ വരുമ്പോൾ മോളിലുള്ള ഇജ്തിഹാദിക്ക് മടങ്ങാൻ കഴിയില്ല. കാരണം സഹാബാക്കൾ ദൂരമായി. ഇനി നമ്മൾ സഹാബാക്കൾ ഫഹം ഇങ്ങനെയെന്ന് നമ്മൾക്ക് പുതിയ ഉസൂൽ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഉസൂൽ ഇങ്ങനെയാണെന്നും ആ കാലത്ത് അടുത്ത ആൾക്കാർ ഉസൂൽ അങ്ങനെയാണ് പറഞ്ഞതുപോലെ തന്നെയാണ് ഹക്ക് എന്നുള്ളത് സ്ഥിരീകരിച്ച നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആ ഉസൂലുകൾ വെച്ചിട്ട് ബാക്കിയുള്ളത് നോക്കണം. അത് നോക്കിക്കഴിഞ്ഞ് നമ്മൾ നവവി റാഫിഈൻ്റെ അടുത്തെത്തി. നവവി, റാഫിഈ, ഷിറാസി, അതുപോലെ തന്നെ ആ കാലത്തുള്ള ഇബ്നുൽ ബിസ്രി റഹിമഹുല്ലാഹ്, ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ്, അബുൽ മആലിൻ്റെ മുമ്പ് അബുൽ മആലി, ഇവരൊക്കെ ചെയ്ത പണികൾ ഏകദേശം തൻഖീഹാണ്. അസ്ഹാബിൻ്റെ അഖ്വാലുകൾ എന്ത് ചെയ്യലാണ്? ജംഅ ചെയ്യലും ഉസൂലിനെ ഒത്തു നോക്കലുമാണ്. അങ്ങനെ റാഫിഈ റഹിമഹുല്ലാഹു തആല, നവവി റഹിമഹുല്ലാഹിൻ്റെ കാലം കഴിഞ്ഞ് ഒരു കാലം വന്നു. ഇസ്നവി റഹിമഹുല്ലാഹിൻ്റെ ഇബ്നു റിഫഅ, സർകശി, അതുപോലത്തെ ആൾക്കാർ, അസ്റാഇ റഹിമഹുല്ലാഹ്, ഇവരൊക്കെ എന്ത് ചെയ്തു? നവവി റഹിമഹുല്ലാഹുവിൻ്റെ കൗലും റാഫിഈ റഹിമഹുല്ലാഹുവിൻ്റെ കൗലും അസ്ഹാബിൻ്റെ കൗലും ഒത്തു നോക്കലായി. അവിടെ നോക്കിയപ്പോൾ നവവിൻ്റെയും റാഫിഈൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഉസൂലിനൊക്കുന്നതും മാത്രമല്ല ഏറ്റവും കൂടുതൽ അസ്ഹാബുകളെ ജംഅ ചെയ്തിട്ടുള്ളത് ഇവർ രണ്ടാളുമാണ്. പക്ഷേ നവവിൻ്റെ ജംഅ ഔഅബ അക്സർ ഇസ്തിആബൻ മിൻ ജംഅ റാഫിഈ. അപ്പോൾ നവവി റഹിമഹുല്ലാഹു മുഖദ്ദമായി. എല്ലാത്തിലും മുഖദ്ദം എന്നല്ല, ഫിൽ ഗാലിബി. ഇബ്നു റിഫഅ റഹിമഹുല്ലാഹു തആല പറയും ഈ മസ്അലത്തിൽ റാഫിഈ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നവവി പറഞ്ഞതല്ല അവിടെ മുഅ്തമദ്, ഖിലാഫൻ ലിന്നവവി ലിഅന്ന ഫീഹി നസ്സു ശാഫിഈ. ബുവൈത്തിൽ ശാഫിഈ നസ്സായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും. ഒരു ഉദാഹരണം, നവവി റഹിമഹുല്ലാഹു തർജീഹ് ചെയ്ത ഒന്നാണ് ഉദ്ഹിയത്ത് കുഫാറിനും കൊടുക്കാമെന്ന് പറഞ്ഞ് ലം അറ ഫീഹി നഖ്ൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഉസൂൽ നഖൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതനുസരിച്ചിട്ട് മദ്ഹബിൻ്റെ അനുസരിച്ച് കുഫാറിനും എന്ത് ചെയ്യുക? നഫ്ലായ സദഖത്തിന്, അതായത് ഉദ്ഹിയത്തിന് കൊടുക്കാമെന്ന് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ മദ്ഹബും മുഅ്തമദും എന്താണ്? കൊടുക്കാൻ പറ്റൂല. കാരണം അസ്റാഇയും ഇസ്നവി റഹിമഹുല്ലാഹ് ഇവരൊക്കെ നോക്കിയപ്പോൾ ബുവൈത്തി റഹിമഹുല്ലാഹുവിൽ നസ്സുണ്ട്, ഇമാമിൻ്റെ നസ്സുണ്ട്, എന്ത് പറ്റൂല. അതോടെ ഇവർ പറഞ്ഞു റാഫിഈൻ്റെ ഖൗല് മുഖദ്ദമുൻ അലാ ഖൗലിൽ ഇമാമി അന്നവവി ഫീ ഹാദിഹിൽ മസ്അല. പക്ഷേ ബാക്കിയുള്ള മസ്അലത്ത് കീറി മുറിച്ചിട്ട് ഒത്തു നോക്കിയപ്പോൾ കൂടുതൽ മസ്അലത്തിലും നവവിയാണ് മുഖദ്ദം. അപ്പോൾ മുത്ലഖായിട്ട് മുഖദ്ദമെന്നും മുഖദ്ദസെന്നും, അതായത് ഒറ്റയടിക്ക് ഒരാൾ വന്ന എവിടെ നവവിനെ കണ്ടാലും എടുക്കണം എന്നല്ല പറഞ്ഞത്, അതൊക്കെ കൃത്യമായി. ഇനി ആ കൃത്യമായ കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണ്ടേ?
അതാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആലയും ഇബ്നു ഹജറിന് മുമ്പ് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ റഹിമഹുല്ലാഹ് തുടങ്ങി വെച്ച ഒരു സംഭവമാണ്. എന്താ ഇത്? ഇവർ പറഞ്ഞത് ഒന്നുകൂടി ഒത്തുനോക്കി, അസ്ഹാബിൻ്റെ കുതുബ് കൊടുത്ത് ഒത്തുനോക്കി. ഇവർ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ? ഇസ്നവി ചെയ്ത പണികൾ ശരിയാണോ? കീറി മുറിച്ചയിൽ ചില സമയത്ത് ചില ആൾക്കാർ തഅലീൽ കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇഷ്കാൽ വന്നതുകൊണ്ടോ ഇതിലേക്ക് മാറിയിട്ടുണ്ടാവും. അതൊക്കെ കൃത്യമായി ഒത്തുനോക്കിയ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആലയും റംലി റഹിമഹുല്ലാഹു തആലയും ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ശിഷ്യന്മാർ ഇവർ ഒത്തുനോക്കിയതിൻ്റെ പ്രകാരമാണ് ഇപ്പം നമ്മൾ പറയുന്നത്. മദ്ഹബ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തുഹ്ഫ ഓതണം. തുഹ്ഫയിന്ന് ഫത്വ കൊടുക്കാൻ പാടുള്ളൂ. എന്ത്? തുഹ്ഫേന്ന് ഫത്വ കൊടുക്കാൻ പാടുള്ളൂ, അല്ല നിഹായെന്ന് ഫത്വ കൊടുക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ കീറി മുറിക്കണതിൻ്റെ മുമ്പാണ് നിങ്ങൾക്ക് എങ്ങനെ തിരിയാത് അങ്ങനെയാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല, റംലി റഹിമഹുല്ലാഹു തആല, ഷിർബീനി റഹിമഹുല്ലാഹു തആല ഇവർ ചെയ്ത കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ്. എന്താണ് ഇവർ ചെയ്ത കാര്യങ്ങൾ? റഹിമഹുമുല്ലാഹു തആല ചെയ്ത കാര്യങ്ങളാണ് മദ്ഹബിയിലത്തെ അസ്ഹാബിൻ്റെ ഇമാമിൻ്റെ ഇജ്തിഹാദാത്തുകൾ ജംഇ ചെയ്ത് ഒത്തു നോക്കി ആദ്യത്തെ സഹാബാക്കളെ ഫഹ്മ് പോലെ ഉണ്ടായി എന്നുള്ളതൊക്കെ എങ്ങനെ കൃത്യമായി ഒരാളും രണ്ടാളും മൂന്നാളും നാലാളും അല്ല, ഓരോ പ്രോസസ്സിൽ നൂറുകണക്കിന് വേണമെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്ന് പറയാൻ പറ്റും. ഇത് നമ്മൾ തബക്കാത്ത് സുബ്കി നോക്കിയാൽ ആൾക്കാരെ തബക്കാത്ത് നമ്മൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം വന്ന് അവിടെ നിന്നില്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു റംലി റഹിമഹുല്ലാഹുവിൻ്റെ കലാമ് എടുക്കപ്പെട്ട് അതേ പണി ഇബ്നു ഹജർ റഹിമഹുല്ലാഹും റംലിയും ചെയ്ത അതേ പണി ആ കാലത്തുള്ള വേറെ ഉലമാക്കളും ചെയ്തു. പക്ഷേ ഉലമാക്കൾ പരിശോധിച്ചതിൽ ഏറ്റവും അംഗീകൃതമായ ഫത്വൻ്റെ കിതാബുകളായിട്ട്, അതിൽ ഏറ്റവും കൃത്യമായ കിതാബുകളായിട്ട് ആണ് പറഞ്ഞത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹിൻ്റെ കുതുബുകളും ഷിർബീനി റഹിമഹുല്ലാഹിൻ്റെ കുതുബുകളും നിഹായ എന്താണ് റംലി റഹിമഹുല്ലാഹിൻ്റെ കുതുബുകളും. പിന്നെ അത് വീണ്ടും കീറി മുറിക്കണ പരിപാടിയാണ്. പിന്നെ ഹാഷിയത്തിൻ്റെ ആൾക്കാർ ഷർഹുൽ മൻഹജിൻ്റെ ഷുറാഹുകൾ എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ ഹവാഷിൻ്റെ ആൾക്കാരെടുത്ത് നോക്കിയാലും അവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ചുരുക്കമായി പറഞ്ഞാൽ ഇന്ന് ഈ കാലത്ത് നമ്മളെടുത്ത് മദ്ഹബ് ഇങ്ങനെ വലിയ സഹാബാക്കളെ ഫഹം അങ്ങനെയാണെന്ന് ഉറപ്പിച്ച ഒരു വലിയ ഉലമാക്കൾ, അത്ഖിയാക്കൾ, ഔലിയാക്കൾ നമ്മളെ മുന്നിൽ നിൽക്കുകയാണ് തലമുറകളായിട്ട്. ആ ഓരോ തലമുറയിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർ, തഖ്രീർ ചെയ്ത പണ്ഡിതന്മാർ നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മളെടുത്ത് എന്ത് കിട്ടി? ഇബ്നു ഹജറിനും ഇതിനും അവിടെ കഴിഞ്ഞില്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിൻ്റെ കലാമ് കൃത്യമായ രീതിക്ക് തൻഖീഹ് ചെയ്തതാണ് ഖുർദി റഹിമഹുല്ലാഹു തആല. ഖുർദി റഹിമഹുല്ലാഹു തആല, അതുപോലെ തന്നെ ഷിർവാനി റഹിമഹുല്ലാഹു തആല. ഷർവാനി അല്ല, ഷിർവാനിയ. ഷർവാൻ എന്ന് പറയുന്നത് യമനിലും ഷിർവാൻ എന്ന് പറയുന്നത് ദാഗിസ്ഥാനിലാണ്. അബ്ദുൽ ഹമീദ് ദാഗിസ്ഥാനിയൻ, ഷിർവാനിയാണ്, ഷർവാനിയല്ല. ഷിർവാനി റഹിമഹുല്ലാഹു തആലയും ഇവരൊക്കെ ചെയ്തത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിൻ്റെ കലാമ് കൂടുതലായി വെളിവാക്കി തന്നു. അതേസമയത്ത് സിയാദി റഹിമഹുല്ലാ, ബുജൈറമി റഹിമഹുല്ലാ, ഹലബി റഹിമഹുല്ലാ ഇവരൊക്കെ, അതുപോലെ തന്നെ ബാജൂനി റഹിമഹുല്ലാ അടക്കം റംലി ഇമാമിൻ്റെ കലാമാണ് തഹ്രീർ ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ തഹ്രീർ ചെയ്ത് നമ്മളെ മുന്നിൽ എന്തുണ്ട്? നമ്മളെ മുന്നിൽ എടുക്കപ്പെട്ട എളുപ്പത്തിലെടുക്കാൻ പറ്റുന്ന ഒരു ഇൽമ് നമ്മളെ മുന്നിലുണ്ട്. ഒരാൾ മദ്ഹബിയിൽ ഇങ്ങും ചെയ്യാനുണ്ടോ? ഇങ്ങും ചെയ്യാൻ പറ്റും. എന്താണ്? ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിൻ്റെ കലാമ് പരിശോധിച്ച ആൾക്കാരെ കലാമുകൾ മുഴുവനും ജംഅ ചെയ്യാൻ നമുക്ക് പറ്റും. അത് ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിൻ്റെ കലാമ് അങ്ങനെയാണെന്ന് നോക്കാൻ പറ്റും. പക്ഷേ അതിന് ആലത്തുണ്ടാവും. എന്തിൻ്റെ ആലത്ത്? അഖ്ൽ മാത്രം പോരാ, ഇൽമു ശർഈൻ്റെ കാമിലായ ആലത്തുണ്ടാവും. അത് ചുരുക്കം പറഞ്ഞാൽ ഖുർആനിൽ നിന്ന് സുന്നത്തി എടുക്കേണ്ട കാലം നേരിട്ട് എടുക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം ചോദിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഉറപ്പ്? ഇത് സഹാബാക്കളെ ഫഹമാണ്. അത് ഇന്ത്യൻ നിങ്ങളും ഫഹമല്ലേ? സഹാബാക്കളെ ഫഹമാണ്. എന്താ ഉറപ്പ്? ഇമാം ഷാഫിഈക്ക് പറയാം, എൻ്റെ ഉസ്താദ് മാലിക്കാണ്
മാലിക് റഹിമഹുല്ലാഹിന്റെ ഉസ്താദ് നാഫി ആണ്, നാഫിൻ്റെ ഉസ്താദ് ഇബ്നു ഉമറാണ്. അതുകൊണ്ട് ഇബ്നു ഉമറിൻ്റെ അടുത്ത നാഫിൻ്റെ അടുത്ത് നിന്ന് എടുത്ത മാലിക് റളിയല്ലാഹു അൻഹു ഓരോ അടുത്ത് നിന്ന് എടുത്തതാണ് ഞാൻ. എനിക്കിതാ ഉറപ്പ്. ബഈദുൽ അഹ്ദല്ല, ഖരീബുൽ അഹ്ദ. 1400 വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നിട്ട് ഖുർആനിൽ നിന്ന് ഖാല അല്ലാഹു തആല എന്നറിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അർത്ഥം അങ്ങനെയാണ്, പക്ഷേ ഫിഖ് ഇങ്ങനെ തന്നെയാണ്, സഹാബാക്കൾ ഇങ്ങനെ മനസ്സിലാക്കിയതെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ ഒരു ജവാബ് വരും. ഉറപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ. ഹദീസിൻ്റെ ഷർഹിൻ്റെ കിതാബുകളിൽ നിന്ന് എടുക്കാം. ഹദീസിൻ്റെ ഷർഹിൻ്റെ കിതാബുകൾ എഴുതിയ ആൾക്കാരാരാ? അവരുടെ മദ്ഹബ് അനുസരിച്ചിട്ടില്ല ആ കിതാബ് ഉണ്ടാവുക. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അസ്ഖലാനി ഷാഫിഈയുൽ മദ്ഹബി, നവവി റഹിമഹുല്ലാഹ് ഷാഫിഈയുൽ മദ്ഹബ്, ഖാദി ഇയാദ് മാലിക്കിയുൽ. അപ്പോൾ നിങ്ങൾ ഏത് കിതാബ് ഓതിയാൽ ആ കിതാബി പറഞ്ഞ പോലെ നിങ്ങളെപ്പോൾ അനുസരിക്കാം? സുആൽ. ഇപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു പറയുക. അതോടെ ഖത്മ് ചെയ്യാം ഇൻഷാ അല്ലാഹു തആല. നവവി റഹിമഹുല്ലാഹിൻ്റെ ഇഖ്തിയാറാത്ത് കേട്ടിട്ടുണ്ടാവുള്ളൂ. ഇഖ്തിയാറാത്ത് നവവി റഹിമഹുല്ലാഹു പറയും മദ്ഹബ് ഇങ്ങനെയാണ്. പക്ഷേ ദലീൽ നോക്കുമ്പോൾ ചില സമയത്ത് ദലീലും ബാക്കിയുള്ള മദ്ഹബുകളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഒരു ഇഖ്തിയാറാണ്. ഒരു പറഞ്ഞു, പക്ഷേ നമ്മൾക്ക് സഹാബാക്കളെ ഫഹമോടെ വന്നിട്ടുള്ള ആ തലമുറയെ കൂടി, ഉസൂലും ഫുറൂഉം വന്നിട്ടുള്ള തലമുറയെ കൂടി മദ്ഹബ് ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. പക്ഷെ ഇങ്ങനെ ആവാം എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് മദ്ഹബല്ല, അവരെ എടുത്തു പറയണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ കാലത്ത് ഇജ്തിഹാദ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത്. ഇജ്തിഹാദ് ചെയ്യുക. എങ്ങനെ ഇജ്തിഹാദ് ചെയ്യുക? പെന്നും പേപ്പറും എടുത്ത് കിതാബിൽ നിന്ന് നഖൽ ചെയ്ത് ആ ഇബാറത്ത് മനസ്സിലായോ ഇല്ലയെന്ന് ഒത്തു നോക്കാം. അതാണ് ഇജ്തിഹാദ്. അൽ ജിദ്ദു അൽ ഇജ്തിഹാദ്, ലുഗവിയായ ഇജ്തിഹാദ്. അതേ സമയത്ത് മുജ്തഹിദ് എന്നറിയേണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തഖ്ലീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിക്കുണ്ട്. ഇത്തിബാഇൻ്റെ രീതിയുണ്ട്, അതായത് പഠിച്ച് അതിങ്ങനെയാണെന്ന് മനസ്സിലാക്കി അത് മോളിൽ നിന്ന് ഇങ്ങനെ വന്നതെന്ന് മനസ്സിലാക്കൽ മുത്തബി എന്നറിയും. മുഖല്ലീദ് തന്നെയാണ്, പക്ഷേ മുഖല്ലീദിൽ ഒരു ഉയർന്ന ദർജത്ത്. അയാൾ ഷാഫി മദ്ഹബേറിന് കൃത്യമായി ഷാഫി മദ്ഹബേറിന് യഖീനായിട്ട് ഷാഫി മദ്ഹബേറിന്. പിന്നെ രണ്ടാമത്തെ ആളുണ്ട്, എനിക്കൊന്നും അറിയില്ല, അയാൾ ആമിയാണ്. അവരെ മസ്അലത്ത് കിതാബുകൾ നിങ്ങൾ ഓതിയുണ്ടാവും. അവർ ആരോട് ചോദിക്കുന്നു, അവരെ നാടിൻ്റെ മദ്ഹബ്, അവരെ മദ്ഹബ് അതാണ്. മുഫ്തി മാലിക്കിയാണ്, അയാൾ മാലിക്കിയാണ്. ഹനഫിയാണ്, അയാൾ ഹനഫിയാണ്. പക്ഷേ നമ്മളൊക്കെ മുത്തബിങ്ങളാണ്. മുഖല്ലീദിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം മുത്തബിയാണ്. അതായത് നമ്മൾ പഠിക്കണേൽ കൃത്യമായി ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയല്ല, അതിങ്ങനെ ആയത് ഇങ്ങനെ കൊണ്ടാണ്. മുബ്തദീന് കുറേ ഇല്ലത്ത് കൊടുക്കില്ല, കാരണം അവർ മുഖല്ലിദ് മഹ്ളാണ്. പിന്നെ കുറച്ചിങ്ങനെ ഉയരും. നമ്മൾ മനസ്സിലാക്കണം, ഖുർആനീനും സുന്നത്തീനും എടുക്കാൻ പാടില്ല എന്നല്ല, എടുക്കാനുള്ള ആലത്തില്ല എന്നാണ്. അപ്പോൾ പറയും ശൂഖി റഹിമഹുല്ലാഹു തആല ഇജ്തിഹാദ് പറ്റുന്ന ഒരു പറഞ്ഞത് അത് തന്നെയാണ്. ഇജ്തിഹാദ് പറ്റും, പക്ഷേ ആലത്തില്ല. ഒരു പറഞ്ഞ് ഞാൻ ഉസൂലൊക്കെ നോക്കിയപ്പോൾ ഷാഫി മദ്ഹബിൻ്റെ ഉസൂല ഖരീബ്, അവരെത്തിപ്പെട്ട ഷാഫി മദ്ഹബ്. ഒരാൾ ഇന്ന് ഇപ്പോൾ ഇജ്തിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുരുക്കം മനസ്സിലാക്കുക, സഹാബാക്കൾ ഫഹം ഇങ്ങനെയെന്ന് ഓർപ്പിക്കാം. നിങ്ങൾ ഓർക്കേണ്ട സഹാബാക്കൾ ഫഹം നിങ്ങളുടെ ഫഹമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പുറത്ത് പോയി ഇത്ര ഉണ്ടാവുള്ളൂ. കാരണം ഇജ്മാഉ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താണ്? ഇജ്മാഉ അഹ്ലുസുന്നത്തി വൽ ജമാഅ പിൽക്കാലത്തുള്ളവർക്ക് മുൻകാലത്തുള്ള ആളെ ഇജ്തിഹാദ് അതായത് സഹാബാക്കൾ ഇത് ഇങ്ങനെ തന്നെയാണെന്ന് പറയണം എന്നാണ്, അതില്ലത്ത് വേണമെന്നാണ്. ഇന്നിപ്പോൾ എന്ത് ചെയ്യണം? കുറച്ച് ലുഗത്ത് പഠിക്കും, അതും അൽഫിയ പഠിച്ചിട്ട് വന്നിട്ട് അതിന് കുറച്ച് എന്തെങ്കിലും പഠിച്ചു വന്നിട്ട് ഖുർആനിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഹദീസിൽ ഇങ്ങനെയാണ് കാണുന്നത്, അപ്പോൾ ഇതിങ്ങനെയാണ് വേണ്ടത്. 1400 വർഷം വരെ ഉലമാക്കൾ കാണാത്തൊരു സാധനമാണ് ഇപ്പോൾ ഇയാൾ കണ്ടുപിടിക്കുന്നത്, ഉസൂല്. അല്ല അതിൽ അപ്പം നിങ്ങൾക്ക് സഹാബ ഒന്നോലെ നിങ്ങൾ പറയണം, ഞാൻ സഹാബിൻ്റെ അടുത്ത് സുഹ്ബത്ത് ചെയ്തിട്ട് ഇൽമൊക്കെ എടുത്തെന്ന് അറിയണം. അപ്പോൾ അയാൾ പറയും ഒന്നും പറയാൻ കഴിയില്ല.
അയാൾ പറയും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരിക്കാം, പുറത്ത് വരണ്ട. ഞങ്ങൾ അങ്ങനെ ആയിരിക്കാണ്ടിരിക്കാം, ചിലപ്പോൾ ഉള്ളിൽ യഖ്ദത്തും മനാമോ ആയിരിക്കാം. പക്ഷേ ഞങ്ങളെടുത്ത് നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഉലമാക്കൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. മുബാശറത്തായിട്ട് വാഹിറായിട്ട് എടുത്ത ആൾക്കാരെ എടുക്കൊള്ളും. അത് എന്ത് ഇദ്ദിആ ചെയ്താലും, നബിയുടെ നേരിട്ട് കിട്ടിയെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും ഫിഖ്ഹിൽ ആ വാഹിർ തന്നെ വേണം, വേറെ ഒന്നും അവിടെ നടക്കില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിന്ന് പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഓരോരുത്തർ അവരാരെ ബുദ്ധി വെച്ചിട്ടും അവരാരെ ഷെയ്ഖിൻ്റെ ബുദ്ധി വെച്ചിട്ടും, ഇപ്പോൾ ചുരുക്കം പറഞ്ഞുതരാം, ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചെയ്യണം എന്നറിഞ്ഞു, തറാവീഹ് ഹെട്ടാക്കണം എന്നറിഞ്ഞു, എല്ലാവർക്കും അറിയണ അവസ്ഥ, തറാവീഹ് ഹെട്ടാക്കണം എന്നറിഞ്ഞു. ചോദിക്കാം, ഖുർആനും സുന്നത്തും താൻ കണ്ട? ഇല്ല, എൻ്റെ ഉസ്താദ് കണ്ട്. ഓക്കെ, അപ്പം അയാൾ മുഖല്ലിദല്ലേ? നിങ്ങൾ പറയുന്നു തഖ്ലീദ് ചെയ്യരുത്, നിങ്ങൾ തന്നെ ഒരു മുഖല്ലിദാണ്. സഹാബാക്കളുടെ അടുത്തുനിന്ന് കിട്ടിയ ആൾക്കാരെ തഖ്ലീദ് ചെയ്യണോ, ഇയാൾ തഖ്ലീദ് ചെയ്യണോ? നമ്മൾ പിന്നെ ഇജ്തിഹാദ് ചെയ്ത് എന്നറിഞ്ഞ ആൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഞാൻ ഖുർആനും സുന്നത്തും നോക്കി. ഓക്കെ, നിങ്ങൾ ആലത്തുകൾ എന്താ? സഹാബാക്കളെ ഫഹം ആലത്ത് മുഴുവനാന്ന് വെച്ചോ, ലുഗത്തിൽ ഇമാമാണ്, ഹദീസിൽ ഇമാമാണെന്ന് വെച്ചോ, സഹാബാക്കളെ ഫഹം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്ത് ഉറപ്പ് വന്ന്? നമ്മളെങ്ങനെ ഉറപ്പ് വരുത്തും അയാളെ ഫഹം സഹാബാക്കളെ ഫഹമാണെന്ന്? ഇത്രയും ദൂരത്തിയതിനു ശേഷം ഒരു മാർഗമല്ല. അതിനാണ് ലോകത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ ഇജ്മാ ഉണ്ടായത് 4 മദ്ഹബിൻ്റെ. ഇത് ഇന്നല്ല ഉണ്ടായത്. ഇബ്നു റജബുൽ ഹംബലിക്ക് ഒരു കിതാബുണ്ട്, അർ-റദ്ദു അലാ മൻ ഇത്തബഅൽ മദാഹിബ് മൻ ഇത്തബഅ ഗൈറൽ മദാഹിബിൽ അർബഅ. അതിൽ അവർ പറയുന്നു 4 മദ്ഹബല്ലാത്ത ഒന്നെടുക്കൽ ഹറാമാണ്. കാരണം അള്ളാഹു ഈ ദീനിനെ വാഹിറായിട്ട് നിലനിർത്തിയത് ഈ 4 മദ്ഹബിൻ്റെ ഉസൂലുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. സംശയം ചോദിക്കാം, സംശയമുള്ളവർക്ക് ചോദിക്കാം.